വ്യാജ ബമ്പർ ലോട്ടറി തട്ടിപ്പിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബൈജു ഖാനാണ് അറസ്റ്റിലായത്. യഥാർത്ഥ ടിക്കറ്റുകൾ വാങ്ങി കളർ പ്രിന്റ് എടുത്താണ് വിൽപ്പന നടത്തിയത്. ടിക്കറ്റ് എടുത്തവരിൽ ചിലർ സമാന തുക ആവശ്യപ്പെട്ട് ലോട്ടറി കടകളിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മിനി പമ്പ എന്നറിയപ്പെടുന്ന TB ജംഗ്ഷനിൽ മണ്ഡലകാലത്ത് 2 കടകൾ ബൈജു ഖാൻ നടത്തിയിരുന്നു. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന തീർത്ഥാടകരടക്കം തട്ടിപ്പിനിരയായി. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഇയാൾക്ക് മുൻപും സമാന ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ക്രിസ്മസ് പുതുവർഷ ബമ്പർ ലോട്ടറി ടിക്കറ്റാണ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ച് ലോട്ടറി കടകളിലൂടെ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ അറസ്റ്റിലായിട്ടുള്ളത് ബൈജു ഖാനാണ്. ബൈജു ഖാൻ CPM ലോക്കൽ കമ്മിറ്റി അംഗവും കൂടെയാണ്. മുൻ DYFIയുടെ വില്ലേജ് സെക്രട്ടറി കൂടെയാണ്. ഈ പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഈ താൽക്കാലിക ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിരുന്നു ഇയാൾ. ഈ മിനി പമ്പ എന്നറിയപ്പെടുന്ന TB ജംഗ്ഷൻ ഈ സ്ഥലത്ത് മണ്ഡലകാലത്ത് 100ഓളം കടകളുടെ കൂട്ടത്തിൽ ബൈജു ഖാന്റെ 2 ലോട്ടറി കടകൾ പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥ ടിക്കറ്റുകളാണ് ഏജൻസികളിൽ നിന്ന് വാങ്ങി അതേ മാതൃകയിൽ കളർ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ ഡിസംബർ 12 മുതൽ 24 വരെ ഇയാൾ വിൽപ്പന നടത്തിയിരുന്നു. ഇങ്ങനെയാണ് അവിടേക്ക് എത്തുന്ന ഈ മണ്ഡലകാലത്തൊക്കെ എത്തുന്ന ഭക്തരടക്കം ഈ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തവർ ഈ മറ്റിടങ്ങളിൽ നിന്ന്, അതായത് ഈ പാലക്കാട് അടിമാലി ഭാഗത്തൊക്കെ ഉള്ള ലോട്ടറി കടകളിലൊക്കെ എത്തി ഈ സമ്മാനം ആവശ്യപ്പെട്ടു. ഈ സമയത്താണ് തട്ടിപ്പ് പുറത്തായത്. ഈ സംശയം തോന്നിയിട്ടുള്ള ഈ കടക്കാർ ഈ ടിക്കറ്റിലെ സീലിൽ രേഖപ്പെടുത്തിയിരുന്ന ഈ പുനലൂരിലെ ഏജൻസിയെ ബന്ധപ്പെടുകയായിരുന്നു. ഇവരാണ് ഈ പോലീസിൽ പരാതിപ്പെട്ടത്. അതായത് അവിടെ നിന്നുമാണ് ഈ ടിക്കറ്റ് വാങ്ങിയ ശേഷം കളർ പ്രിന്റ് എടുത്ത് ഇങ്ങനെ വിൽപ്പന നടത്തിയിരുന്നത്. എന്തായാലും കൂടുതൽ പേർ ഈ തട്ടിപ്പിന് പിന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ബൈജു ഖാനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ബമ്പർ ടിക്കറ്റിനൊപ്പം തന്നെ വ്യാജ വിസിറ്റിംഗ് കാർഡും കൂടെ നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ദേവിക.